ഇപ്പോൾ വരുന്നൊരു വാർത്ത. ശബരിമല സന്നിധാനത്ത് SIT പരിശോധന തുടരുകയാണ്. 2 ദ്വാരപാലക ശില്പങ്ങളുടെയും പാളികൾ ഇളക്കി മാറ്റി സാമ്പിൾ ശേഖരിക്കുകയാണ്. സന്നിധാനത്തെ പ്രത്യേക മുറിയിലാണ് പരിശോധന. തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. പ്രവീൺ പുരുഷോത്തമനുണ്ട് സന്നിധാനത്ത്. പ്രവീൺ, ഇന്നലെ തുടങ്ങിയ പരിശോധനയാണ്. സാമ്പിൾ പരിശോധനയ്ക്ക് എടുക്കുന്നു SIT. നേരത്തെ ബാർക്കിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശോധന നടത്തിയിരുന്നു, ക്ഷമിക്കണം, VSCയിലേക്ക്. ഇപ്പോൾ അതിനുശേഷം ഒരിക്കൽ കൂടി ഈ പാളികൾ ഇളക്കി മാറ്റുകയാണ്. എത്ര സ്വർണം നഷ്ടപ്പെട്ടു, അത് ആര് കൊണ്ടുപോയി എന്നത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിന് ഇപ്പോൾ ശാസ്ത്രീയമായ പരിശോധനാ ഫലം കൊണ്ട് മാത്രമേ ഒരു ഉത്തരം കിട്ടുകയുള്ളൂ. പാളികൾ ഇളക്കി മാറ്റുകയാണോ SIT സംഘം? അരുൺ, ഇപ്പോൾ സന്നിധാനത്ത് ശ്രീകോവിലിൽ കട്ടിളപ്പാളിയുടെ ഭാഗങ്ങളാണ് ഇളക്കി മാറ്റിയത്. കഴിഞ്ഞ ദിവസം ശ്രീകോവിലിന് മുൻവശത്ത് ദ്വാരപാലക ശില്പങ്ങളിൽ ഒരെണ്ണത്തിന്റെ പാളികൾ ഇളക്കി മാറ്റിയിരുന്നു. വൈകിട്ടോടുകൂടി രണ്ടാമത് ദ്വാരപാലക ശില്പത്തിന്റെ പാളിയും ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ കട്ടിളപ്പാളിയുടെ ഭാഗങ്ങളാണ് ഇളക്കി മാറ്റിയിരിക്കുന്നത്. ഇത് ശ്രീകോവിലിന് സമീപമുള്ള പ്രത്യേക മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ 10ഓളം ഉദ്യോഗസ്ഥന്മാർ ഇരുന്ന് അവിടെ വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. രജിസ്റ്ററിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്നുള്ളത്. ആ സാമ്പിൾ ശേഖരണം ഇപ്പോൾ നടത്തുന്നുണ്ട്. ആ സാമ്പിൾ ആയിരിക്കും ഇവിടെ നിന്നും ഒരുപക്ഷെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദഗ്ധമായി പരിശോധന നടത്തുന്ന സ്ഥലത്തേക്കോ അയക്കാനുള്ള സാധ്യതയുള്ളത്. ഏതായാലും SITയുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും ആദ്യം 98-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതിൻ്റെ അതിൻ്റെ കണക്ക് ആദ്യം ദേവസ്വം ബോർഡിൻ്റെ പക്കലില്ല എന്നാണ് ദേവസ്വം ബോർഡ് അധികാരികൾ ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീട് SIT ആസ്ഥാനത്ത് നിന്ന്, തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് നിന്ന് വിശദമായിട്ടുള്ള പരിശോധന നടത്തി ആ രജിസ്റ്ററിൽ നിന്നും അതിൻ്റെ രേഖകൾ കണ്ടെടുത്തിരുന്നു. അന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആകെ ഈ സ്വർണം പൊതിഞ്ഞിരിക്കുന്നത് 30.329 കിലോയാണ് എന്നുള്ളതാണ്. അത് 1998-ൽ 5-ാം മാസം 22-ാം തീയതി മുതൽ 7-ാം മാസം 18-ാം തീയതി വരെ, അങ്ങനെ 2 മാസം നീണ്ട ഒരു ജോലിയായിരുന്നു ഇവിടെ സ്വർണം പൊതിയുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള മുഴുവൻ കണക്കും SITയുടെ പക്കലുണ്ട്. അതായത് 30.329 കിലോ സ്വർണം. അപ്പോൾ അത്രയും സ്വർണം തന്നെ ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. അത് ഓരോ ഭാഗങ്ങളിലും, അത് ദ്വാരപാലക ശില്പ പാളികളിലായാലും ഒപ്പം തന്നെ കട്ടിളപ്പാളിയിലായാലും 4 വശങ്ങളിലുമുള്ള തൂണുകളിലായാലും എത്ര സ്വർണ്ണമാണോ വിജയ് മല്യ അന്ന് ഇവിടെ സമർപ്പിച്ചത്, അത് പൊതിഞ്ഞത്, അത്രയും സ്വർണം ഇവിടെ ഉണ്ടാകുമോ എന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ സോപാനത്തിന്റെ മുൻവശത്ത് മാത്രം 1014.70 ഗ്രാമാണ്. അങ്ങനെ ഓരോന്നിന്റെയും കണക്കുകൾ SITയുടെ പക്കൽ കൃത്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ അയ്യപ്പചരിതം എഴുതിയ വശങ്ങളിലെ തകിട്, അങ്ങനെയുള്ള തകിട് 2 വശങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. അതും 1750 ഗ്രാമാണ്. അങ്ങനെ എല്ലാ വിശദാംശങ്ങളും SITയുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഒരു പ്രാവശ്യം SIT ഇത്തരത്തിൽ സാമ്പിൾ ശേഖരിച്ചു, അത് പരിശോധനയ്ക്ക് അയച്ചു. പക്ഷേ അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ SIT തൃപ്തരല്ല. അതുകൊണ്ടാണ് വീണ്ടും ഒരു പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ച് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നത്. ഇനിയിപ്പോൾ ശേഖരിക്കുന്ന ഈ ഭാഗങ്ങൾ, സ്വർണത്തിന്റെ ഭാഗങ്ങൾ, സാമ്പിൾ ഭാഗങ്ങൾ, അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക്